സംഘർഷ സമാനമായ ഒരു അന്തരീക്ഷം തന്നെയാണ് മലപ്പട്ടം ടൗണിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് സരീഷിന്റെ വീടിന് നേരെ CPM പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അവിടെ സ്ഥാപിച്ചിരുന്ന ഒരു യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ചിരുന്ന ഗാന്ധി പ്രതിമ തകർക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ അടുവാപ്പുറത്ത് നിന്ന് ഇവിടെ മലപ്പട്ടം ടൗണിലേക്ക് ഒരു ജാഥ കടന്നു വന്നത്, ഒരു സമാധാന ജാഥ. ആ സമാധാന ജാഥയ്ക്ക് നേരെയാണ് ഇപ്പോൾ ഇവിടെ പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. അതായത് CPMന്റെ മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസായ കുഞ്ഞിക്കണ്ണൻ സ്മാരക മന്ദിരത്തിന് മുമ്പിൽ പ്രവർത്തകർ ജാഥയായി എത്തുന്നു. ആ സമയത്ത് ഈ മലപ്പട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ തമ്പടിച്ചു നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി. പിന്നാലെ പാർട്ടി ഓഫീസിന് മുന്നിൽ തമ്പടിച്ചിരുന്ന ഒരു സംഘം CPM പ്രവർത്തകർ, DYFI പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങി വരികയും ഇരു കൂട്ടരും തമ്മിൽ വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായി. പിന്നാലെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വെള്ളക്കുപ്പിയും ഒപ്പം കൊടികെട്ടിയ കമ്പുമൊക്കെയായി ഇരു വിഭാഗവും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വലിച്ചെറിഞ്ഞു. ഇരു വിഭാഗങ്ങളും വലിയ നേരിട്ട് സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെ പോലീസിന്റെ വലിയ സന്നാഹം തന്നെ ഇവിടെ ഉണ്ട്. വലിയ പോലീസ് സന്നാഹം രാവിലെ മുതൽ തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. CPMന് വലിയ ഭൂരിപക്ഷമുള്ള, വലിയ ആധിപത്യമുള്ള പ്രദേശമാണ് മലപ്പട്ടം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ CPM ഈ കോട്ടയായ മലപ്പട്ടത്ത് കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. മുൻ KPCC പ്രസിഡന്റും ഒപ്പം കണ്ണൂർ MPയുമായ K. സുധാകരനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആളുകളിൽ പ്രസംഗിക്കേണ്ടതുണ്ട്. K. സുധാകരൻ ഇപ്പോൾ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും പോലീസ് ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലായി ഇവിടേക്ക് കടക്കുന്ന വഴിയിൽ പോലീസിന്റെ 2-3 വാഹനങ്ങൾ, പോലീസ് വാൻ അടക്കമുള്ളവ കൊണ്ടുവന്നിട്ട് ഇരു വിഭാഗം ആളുകളും പരസ്പരം നേർക്കുനേരെ കാണുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു സംഘർഷ സമാനമായ സാഹചര്യം തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നു. അതായത് CPMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലും പാർട്ടി പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ തോതിൽ ഏതാണ്ട് 1000-നടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ പരിസരത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് വലിയ ഒരു നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്.